എല്ലാവർക്കും AS കൺസെപ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയിലേക്ക് നടന്ന PSC ചോദ്യപേപ്പറും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ: 1. ആത്മോപദേശ ശതകം ആദിഭാഷ. 2. പ്രാചീന മലയാളം ആദിഭാഷ. 3. വേദാധികാര നിരൂപണം അഖില തിരൂട്ട്. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. പ്രാചീന മലയാളം ആദിഭാഷയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. രണ്ടാമത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആനി ബസന്റ്. ഓപ്ഷൻ സി KP കേശവ മേനോൻ. ഓപ്ഷൻ ഡി മൊയ്തു മൗലവി. ഉത്തരം ഓപ്ഷൻ ബി ആനി ബസന്റ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി: ഓപ്ഷൻ എ വിക്രം മിശ്രി. ഓപ്ഷൻ ബി K ജയകുമാർ. ഓപ്ഷൻ സി ശശി തരൂർ. ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. ഉത്തരം ഓപ്ഷൻ എ വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി. 4. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യങ് ഇന്ത്യ. ഓപ്ഷൻ ബി നവജീവൻ. ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. ഓപ്ഷൻ ഡി സംവാദ് കൗമുദി. ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ഗാന്ധിജി 1904 ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ 1 ബോസ്റ്റൺ ടീ പാർട്ടി. ഓപ്ഷൻ 2 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഓപ്ഷൻ 3 പാരീസ് ഉടമ്പടി. ഓപ്ഷൻ 4 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എ 1776. ഓപ്ഷൻ ബി 1773. ഓപ്ഷൻ സി 1783. ഓപ്ഷൻ ഡി 1789. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1B 2A 3C 4D. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776. പാരീസ് ഉടമ്പടി നടന്നത് 1783. ആൻഡ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789. ചോദ്യം 6, ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30. ഓപ്ഷൻ ബി 1945 ഒക്ടോബർ 24. ഓപ്ഷൻ സി 1945 ജൂൺ 26. ഓപ്ഷൻ ഡി 1945 ജൂൺ 20. ഉത്തരം ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. ഏഴാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലൂടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്. ഓപ്ഷൻ എ സത്ലജ്. ഓപ്ഷൻ ബി ചെനാബ്. ഓപ്ഷൻ സി രവി. ഓപ്ഷൻ ഡി സിന്ധു. ഉത്തരം ഓപ്ഷൻ ബി ചെനാബ് നദിയുടെ മീതെയാണ്. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഏറ്റവും കൂടുതൽ ജലബാഷ്പം. ഓപ്ഷൻ എ മീസോസ്ഫിയർ. ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ. ഓപ്ഷൻ ഡി ഓസോൺ പാളി. ഉത്തരം
ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഓപ്ഷൻ എ NH-44, ഓപ്ഷൻ ബി NH-19, ഓപ്ഷൻ സി NH-16, ഓപ്ഷൻ ഡി NH-48. ഉത്തരം ഓപ്ഷൻ എ NH-44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. 10ാമത്തെ ചോദ്യം, ദൊഗ്ഗെ-ബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ദൊഗ്ഗെ-ബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഓപ്ഷൻ എ ആനമല, ഓപ്ഷൻ ബി കാർഡമം കുന്നുകൾ, ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ, ഓപ്ഷൻ ഡി നല്ലമല കുന്നുകൾ. ഉത്തരം ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ. 11ാമത്തെ ചോദ്യം, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ സിൽക്ക്, ഓപ്ഷൻ ബി ചാണം, ഓപ്ഷൻ സി പരുത്തി, ഓപ്ഷൻ ഡി കമ്പിളി. ഉത്തരം ഓപ്ഷൻ ബി ചണം. ചണമാണ് ദ ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി തുംഗഭദ്ര, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ശരാവതി. ഉത്തരം ഓപ്ഷൻ ഡി ശരാവതി. 13. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെ? 1. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. 2. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. 3. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സാശ്രയ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രമാണ് ശരി. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ഇവയെല്ലാം ശരിയാണ്. 14ാം ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടത് ശരിയായവ ഏതൊക്കെ? 1. കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാങ്ക്യം എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. 2. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. 3. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. 15ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതൊക്കെ? 1. ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. 3. പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരി. 16. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടത് ശരിയായവ ഏതെല്ലാം? 1. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. 2. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. 3. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. എ 2ഉം 3ഉം മാത്രം, ബി 1ഉം 2ഉം മാത്രം, സി 1ഉം 2ഉം 3ഉം ശരിയാണ്, ഡി 1ഉം 3ഉം മാത്രം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രമാണ് ശരി. 17ാം ചോദ്യം,
ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത ഏറ്റെടുത്തു പറയുന്നു. ബി 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപകം നടത്തിയ യൂണിറ്റുകളാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. സി ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഡി ചെറുകിട വ്യവസായങ്ങൾ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്നു എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിൽ ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ഉത്തരം ഓപ്ഷൻ ഡി. 18-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ ഫിലിപ്പ് അഗിയോൺ, ഓപ്ഷൻ ബി ജോയൽ മോക്കീർ, ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ, ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ. ഉത്തരം ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ ആണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്. 19-ാം ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗക്കാർക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 16(6), ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 15(1), ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16(4), ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 17. ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 16(4). 20-ാം ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? 1. മാൻഡപ്പ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. 2. കോവാൻഡോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ. 3. സർഷ്വാറ്റി ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരം പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. 4. ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കിലെത്തിയപ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രമാണ് ശരി. 21-ാം ചോദ്യം. ഭരണഘടനാ അസംബ്ലിയിൽ ഇവയിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ബി.എൻ. റാവു. ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 22-ാം ചോദ്യം. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ബീഹാർ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലങ്കാന, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, ഡൽഹി. ഉത്തരം ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലങ്കാന. 23-ാം ചോദ്യം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ബി പി.കെ. തുംഗൻ കമ്മിറ്റി, ഓപ്ഷൻ സി ജി.വി. റാവു കമ്മിറ്റി, ഓപ്ഷൻ ഡി അശോക് മേത്ത കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ ബി പി.കെ. തുംഗൻ കമ്മിറ്റി. 24. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? എത്ര അവകാശങ്ങൾ? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. ഉത്തരം ഓപ്ഷൻ ബി 6. 25. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി നഷ്ടപ്പെടില്ല. ഉത്തരം ഓപ്ഷൻ ബി 3. 26-ാം ചോദ്യം. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ഓപ്ഷൻ എ കേന്ദ്ര ലിസ്റ്റ്, ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റ്, ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്, ഓപ്ഷൻ ഡി അവശിഷ്ട അധികാരങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. 27. എ ബി സി ഡി ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇവയിൽ ഡി മറ്റ് 3 പേരോടുമായി ചോദിച്ചു. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ രാജീവ് കുമാർ, ബി ജ്ഞാനേഷ് കുമാർ, സി ഡി.വൈ. ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു.
ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവയിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ പറഞ്ഞത് ശരി. ഓപ്ഷൻ ബി പറഞ്ഞത് ശരി. ഓപ്ഷൻ സി പറഞ്ഞത് ശരി. ഓപ്ഷൻ ഡി പറഞ്ഞത് ശരി. ഉത്തരം ഓപ്ഷൻ ബി പറഞ്ഞതാണ് ശരി. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാകേഷ് കുമാർ. 28. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗം ആകാൻ വേണ്ടിവരുന്ന ആവശ്യ യോഗ്യതകൾ? 1. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. 2. ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയാകണം. 3. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രമാണ് ശരി. 29. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 1. ബൽവന്ത് റായ് കമ്മീഷൻ. 2. അശോക് മേത്ത കമ്മീഷൻ. 3. തുങ്കൻ കമ്മിറ്റി. 4. സർക്കാരിയ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം ശരിയാണ്. 30-ാം ചോദ്യം. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 1. നെൽവയലുകൾ നികത്തുന്നത് തടയുക. 2. തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുക. 3. നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ശരിയാണ്. 31. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. വയോജനങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച്. 2. വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകരമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്. 3. ഓരോ ജില്ലയിലും വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. 32. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സൈനോ എട്രിനൽ നോഡ്. ഓപ്ഷൻ ബി വൃക്ക. ഓപ്ഷൻ സി തലച്ചോർ. ഓപ്ഷൻ ഡി പാൻക്രിയാസ്. ഉത്തരം ഓപ്ഷൻ എ സൈനോ എട്രിയൽ നോഡ്, SA നോഡ്. 33-ാം ചോദ്യം. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ സി. ഓപ്ഷൻ ബി വിറ്റാമിൻ കെ. ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ. ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ആണ്. 34-ാം ചോദ്യം. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസം ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്നു, പോഷകങ്ങൾ രൂപപ്പെടുത്തുന്നു. പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി വിഘടനം, ഡീകമ്പോസിഷൻ. 35-ാം ചോദ്യം. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ എയ്ഡ്സ്. ഓപ്ഷൻ ബി പോളിയോ. ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് ബി. ഓപ്ഷൻ ഡി ക്ഷയരോഗം. ഉത്തരം ഓപ്ഷൻ ഡി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട. 36-ാം ചോദ്യം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ എ നിരാമയ. ഓപ്ഷൻ ബി സമ്പൂർണ്ണ. ഓപ്ഷൻ സി ശൈലി. ഓപ്ഷൻ ഡി ഇ ഹെൽത്ത്. ഉത്തരം ഓപ്ഷൻ സി ശൈലി. 37. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ എ ചിക്കൻ ബോക്സ് വൈറസ്. ഓപ്ഷൻ ബി HIV. ഓപ്ഷൻ സി പോളിയോ വൈറസ്. ഓപ്ഷൻ ഡി റിനോ വൈറസ്. ഉത്തരം ഓപ്ഷൻ ബി HIV വൈറസ്. 38. പ്രവർത്തനവും പ്രതിവർത്തനവും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ എ രണ്ടും ഒരേ ദിശയിൽ. ഓപ്ഷൻ ബി രണ്ടും എതിർ ദിശയിൽ. ഓപ്ഷൻ സി പ്രവർത്തനം വലിയതും പ്രതിവർത്തനം ചെറിയതും. ഓപ്ഷൻ ഡി പ്രവർത്തനം ചെറിയതും പ്രതിവർത്തനം വലിയതും. ഉത്തരം ഓപ്ഷൻ ബി രണ്ടും എതിർ ദിശയിൽ. 39-ാം ചോദ്യം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ
പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ? ഓപ്ഷൻ എ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജം കൂടും. ഓപ്ഷൻ ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഓപ്ഷൻ സി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കുറയും. ഓപ്ഷൻ ഡി ഇലക്ട്രോണുകൾ നിശ്ചലമാകും. ഉത്തരം ഓപ്ഷൻ ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. 40-ാം ചോദ്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 kg പിണ്ഡം ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 100 ന്യൂട്ടൺ. 41. 2025 ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡെവോറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഓപ്ഷൻ എ ഫീൽഡ് മെഡൽ. ഓപ്ഷൻ ബി ടെറ്റ്മാൻ അവാർഡ്. ഓപ്ഷൻ സി ബ്രേക്ക് ത്രൂ പ്രൈസ്. ഓപ്ഷൻ ബി നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. ഉത്തരം ഓപ്ഷൻ ഡി നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. 42. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ പൊട്ടാസ്യം. ഓപ്ഷൻ ബി ഡ്യൂറ്റീരിയം ട്രീഷ്യം. ഓപ്ഷൻ സി ട്രീഷ്യം. ഓപ്ഷൻ ഡി പ്രോട്ടിയം ഡ്യൂറ്റീരിയം. ഉത്തരം ഓപ്ഷൻ സി ട്രീഷ്യം. 43-ാം ചോദ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തത്തിന് വിപരീത പാദത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം. ഓപ്ഷൻ ബി ചാൾസ് നിയമം. ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം. ഓപ്ഷൻ ഡി ഗേ ലൂക്കാസ് നിയമം. ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. 44. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7നേക്കാൾ കുറവ്? ഓപ്ഷൻ എ CH3CONA. ഓപ്ഷൻ ബി CH4Cl. ഓപ്ഷൻ സി CH3COONH4. ഓപ്ഷൻ ഡി NaCl. ഉത്തരം ഓപ്ഷൻ ബി NH4Cl, അമോണിയം ക്ലോറൈഡ്. 45. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നഷ്ടപ്പെട്ടത്? ഓപ്ഷൻ എ നോൺ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഓപ്ഷൻ ബി മെറ്റാലിക് സംയുക്തം. ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഓപ്ഷൻ ഡി ഓർഗാനിക് സംയുക്തം. ഉത്തരം ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്നതിനാണ് രസതന്ത്ര നോബൽ സമ്മാനം നൽകപ്പെട്ടത്. 46. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതിനു ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ തുഞ്ചത്തെഴുത്തച്ഛൻ. ഓപ്ഷൻ ബി കുമാരനാശാൻ. ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി. ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഉത്തരം ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി. 47. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37-ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവായ കൂടിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ എ IM വിജയൻ. ഓപ്ഷൻ ബി KM ബീനാമോൾ. ഓപ്ഷൻ സി MD വത്സമ്മ. ഓപ്ഷൻ ഡി എൽദോസ് പോൾ. ഉത്തരം ഓപ്ഷൻ ഡി എൽദോസ് പോൾ. 48. കേരള ഫ്ലോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ചിറക്കൽ കണ്ണൂർ. ഓപ്ഷൻ ബി നളന്ദ തിരുവനന്തപുരം. ഓപ്ഷൻ സി ചെറുതുരുത്തി തൃശൂർ. ഓപ്ഷൻ ഡി തിരൂർ മലപ്പുറം. ഉത്തരം ഓപ്ഷൻ എ ചിറക്കൽ കണ്ണൂർ. 49. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ തവടിത്തുള്ളി പൂലവൃത്തമാടി വിനോദ ഭാഷകളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി. അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കണ്ടവർ. കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ എന്ന അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ച്? ഓപ്ഷൻ എ തിറയാട്ടം. ഓപ്ഷൻ ബി പടയണി. ഓപ്ഷൻ സി കളമെഴുത്തും പാട്ടും. ഓപ്ഷൻ ഡി മുടിയേറ്റ്.
ഉത്തരം ഓപ്ഷൻ ബി പടയണി. 50-ാം ചോദ്യം. മലയാളത്തിലെ പ്രശസ്തമായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളുടെയും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തെഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1. ഇരയിമ്മൻ തമ്പി, അംബരീഷ ചരിതം. അശ്വതി തിരുനാൾ, ഉത്തര സ്വയംവരം. കോട്ടയത്തു തമ്പുരാൻ, കല്യാണ സൗഗന്ധികം. ഉണ്ണായി വാര്യർ, നളചരിതം. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 3ഉം 4ഉം, ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഉത്തരം ഓപ്ഷൻ സി 3ഉം 4ഉം. കോട്ടയത്തു തമ്പുരാൻ, കല്യാണ സൗഗന്ധികവും ഉണ്ണായി വാര്യർ, നളചരിതവുമാണ് ഇവയിൽ ശരിയായി കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്നത്.